മാറും. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് എത്ര പേരുണ്ട്. അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കട്ടെ. ഇവിടെ വന്നിട്ട് മഖ്ബറയിൽ സിയാറത്തൊക്കെ ചെയ്ത് അവരാദ്യമായിട്ട് 28ാമത്തെ വയസ്സിൽ കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ടായിട്ട് ഉസ്താദിനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ നാളെ ദുബായിലേക്ക് പോവുകയാണ്, ഒരു നല്ല വിസ കിട്ടിയിട്ടുണ്ട്, നല്ല ജോലിയൊക്കെ ലക്ഷ്യം വെച്ച് പോവുകയാണ്. എല്ലാവരും സമ്മതമൊക്കെ തന്ന് വാപ്പിയും ഉമ്മയൊക്കെ സന്തോഷത്തോടെ എല്ലാവരും ഉണ്ട് വാഹനത്തിൽ സിയാറത്തിന് വേണ്ടി വന്നതാണ്. അങ്ങനെ വന്ന് സിയാറത്തൊക്കെ ചെയ്ത് അങ്ങനെ യാത്രയിൽ സിയാറത്തിൽ പ്രത്യേക സുന്നത്തില്ലേ? സുന്നത്തില്ലാതെ അപ്പോൾ ആൾക്കാർ അങ്ങനെ സുന്നത്തുണ്ടോ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വലിയ യാത്രയില്ലേ മിഅ്റാജ്? ഡയറക്റ്റ് ആയിട്ട് മിഅ്റാജിലേക്ക് പകർന്നു എന്നതാ അല്ല. മക്കയിൽ നിന്ന് പോകുമ്പോ ആദ്യം ഒരു സ്ഥലത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ ഇറങ്ങണം, 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞു. നിസ്കരിച്ചു. ചോദിച്ചു, ഇതേതാ സ്ഥലം? സല്ലൈത ബിത്വയ്ബ. തങ്ങളിപ്പോ നിസ്കരിച്ച ത്വയ്ബയിലാണ്, മദീനയിലാണ്. അടുത്ത കൊല്ലം കഴിഞ്ഞാൽ ഹിജറ വരാനുള്ളത് ഇങ്ങോട്ടാണ്. അവിടെയാണ് ഇപ്പൊ തങ്ങൾ നിസ്കരിച്ചത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി, ഇറങ്ങണം നബിയെ, ഫസല്ലി റക്അത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കണം ഇവിടെ. ഇതേതാ സ്ഥലം? ഇത് ബത്ലഹേമാണ്. എന്താണ് ഇവിടെയുള്ള പ്രത്യേകത? മൗലിദ് ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ജനിച്ച സ്ഥലമാണ്. ഈ ബത്ലഹേം എന്ന് പറയുന്ന ഈ കുന്നിന്റെ മുകളിലാണ് ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചത്. അവിടെ ഇറങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. കുറച്ചുകൂടി മുന്നോട്ട് പോയി പറഞ്ഞു, തങ്ങൾ ഇറങ്ങണം, 2 റക്അത്ത് നിസ്കരിക്കണം. വാഹനത്തിൽ നിന്ന് ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു. എവിടെയാന്ന് ചോദിച്ചു. ഇപ്പൊ തങ്ങൾ ഇറങ്ങിയത് മദിയനിലാണ്. ഇതാരുടെ നാടാണ്? ബഹുമാനപ്പെട്ട ശുഐബ് നബി അലൈഹിസ്സലാം അവർ താമസിച്ച പ്രബോധനം നടത്തിയ സ്ഥലമാണ്. ഈ നാടിന് ബർക്കത്തുള്ളതുകൊണ്ട് ഇവിടെ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിക്കണം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇറങ്ങി നിസ്കരിച്ചതിന് ശേഷമല്ലേ ബൈത്തുൽ മഖ്ദിസിൽ തങ്ങൾ എത്തുന്നത്. എന്തിനാണ് അതിന്റെ മുമ്പ് ഇവിടൊക്കെ ഇറങ്ങി നിസ്കരിച്ചത്? ബറക്കത്തുള്ള സ്ഥലങ്ങളെ കൊണ്ട് ബറക്കത്തെടുത്ത് യാത്രക്ക് തുടക്കം കുറിക്കുന്നത്, യാത്രയിൽ ഇടയിൽ അങ്ങനെ ബറക്കത്തെടുക്കുന്നത് പുണ്യമാണ്, സുന്നത്താണെന്ന് പഠിപ്പിക്കാനാണ്. അപ്പൊ ഈ നാട്ടിൽ താമസിക്കുന്ന ആളല്ലേ, ഒരു സിയാറത്തിന് വേണ്ടി ഇത്രയും കാലം നാട്ടിൽ നിന്നല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും മറ്റൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യും, പോവുകയാണ്. അപ്പൊ സിയാറത്തിന് വേണ്ടി വന്നു. സിയാറത്ത് കഴിഞ്ഞ് മൂപ്പര് ഗൾഫിലേക്കൊക്കെ പോയി സലാം പറഞ്ഞ് എല്ലാവരും ദ്വാരന്ന് പോയി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇവിടെ വെള്ളിയാഴ്ച സിയാറത്തുണ്ട്. അവിടെ വെള്ളിയാഴ്ച സിയാറത്തിന് വേണ്ടി എല്ലാവരും നിൽക്കുമ്പോൾ മൂപ്പര് നിൽക്കുന്നില്ല. മൂപ്പര് പോകുക, ചെരുപ്പിട്ട് വേഗം പോകാൻ, വാഹനമൊക്കെ സ്റ്റാർട്ടാക്കി വേഗം പോകാൻ, നല്ല വാഹനത്തിൽ വേഗം പോകാൻ. അപ്പൊ ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു, എന്താ മൂപ്പര് സിയാറത്തിനകത്ത്? ഇവിടെ പോകുമ്പോ ഇവിടുന്ന് സിയാറത്തിലേ പോയത്. ഇപ്പൊ 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക് നേരെ പോയി കിട്ടിയ സഹവാസികൾ ആരാന്നറിയോ? ബിദ്അത്തുകാരാണ്. അവർ നല്ല മരുന്ന് വെച്ചു കൊടുത്തു കൽബിലേക്ക്. ഇടക്കിടക്ക് അവന് CD കൊടുത്തു. ഇടക്കിടക്ക് കാണാൻ വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും സൗജന്യമായി കൊടുത്തു. എല്ലാം കിട്ടിയപ്പോൾ അല്പജ്ഞാനിയായ ഈ മനുഷ്യന്റെ മനസ്സിൽ ഈ മഹാന്മാരോട് വിരോധം വന്നുപോയി. അവരെ സിയാറത്ത് തെറ്റാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു പോയി. സലാം കൂടിയും പറയരുത്, അവരെ മഖ്ബറിന്റെ സമീപത്ത് പോലും നിന്നു പോകരുത് എന്ന് പഠിപ്പിക്കപ്പെട്ടു പോയി. നഊദു ബില്ലാഹ്. വീട്ടിലെത്തി നോക്കുമ്പോ ഉമ്മയതാ മഗ്രിബിന് ശേഷം ഖുർആൻ ഓതിയിട്ട് ഇശാഇന്റെ ശേഷം ഹദ്ദാദ് റാത്തീബ് ഓതുമ്പോ 4 ഫാത്തിഹ ഓതൂലേ? 4 ഫാത്തിഹ ഓതുമ്പോ ഈ ചെറുപ്പക്കാരൻ ഉമ്മാന്റെ മുഖത്തേക്ക് ഗൗരവത്തോടെ നോക്കുന്നു. എന്താ മോനെ ഇന്നലെ ഇല്ലാത്തൊരു നോട്ടം? എന്താ നിങ്ങൾ ചെയ്യുന്നത്? മരിച്ചുപോയ കുറെ ആൾക്കാർക്ക് ഫാത്തിഹ ഓതിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ മോനെ നിനക്ക് പുതിയ വല്ല വിവരം കിട്ടിയോ? പുതിയ വിവരമല്ല, അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞാണ്, വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ. ഉമ്മ ചിന്തിക്കുന്നു, മോനെ ഗൾഫ് പറഞ്ഞാച്ചിട്ട് പുതിയ ആയത്തും ഹദീസൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ, ഇവിടുന്ന് ദർസ് പോകാൻ പറഞ്ഞിട്ട് കൂടി കേട്ടിട്ടില്ല. എന്താ മോനെ ഓതിയത്? ആയത്തോ ഹദീസോ? ആയത്തുമ്മ. എന്താണ് ആയത്തിന്റെ അർത്ഥം? ആയത്തിന്റെ അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്? അതൊന്നും അറിഞ്ഞൂടാ. ആയത്തിന് എത്ര വ്യാഖ്യാനുണ്ട്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്തിനാ ഓതിയത്? നിങ്ങൾ ഫാത്തിഹ ഓതാൻ പാടില്ല എന്നുള്ള ഈ ആയത്ത് ഓതിയത്. ഈ ആയത്തിലുണ്ടോ ഫാത്തിഹ ഓതാൻ പാടില്ല? ഈ ആയത്തിലുണ്ടോ ഈ ഒരാള് മരിച്ചതിന് ശേഷം എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ ആ കിട്ടൂല എന്ന് ഈ ആയത്തിലുണ്ടോ? ഇല്ലല്ല. ആയത്തിൽ എന്താ ഉള്ളത്? ഓരോ മനുഷ്യനും അവനവൻ ചെയ്തതാണ് അവകാശം പറയാനുള്ളത്. അതാണ്
അതിന് 6 തഫ്സീറുണ്ട്, 1 2 അല്ല. വലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. എനിക്ക് അവകാശപ്പെടാനുള്ളത് മറ്റൊക്കെ ഔദാര്യ. വാപ്പ എനിക്ക് ഓതിയത്, കൂട്ടുകാർ ഓതിയത്, ബാക്കിയുള്ളവർ നാട്ടുകാർ ഓതിയതൊക്കെ എന്താ? അതൊക്കെ ഔദാര്യാണ്, ബഹുമാനമാണ്. എനിക്ക് അവകാശപ്പെടാനുള്ളത് ഞാൻ എൻ്റെ ജീവിതകാലത്ത് ഓതിയത്, ദിക്ർ ചൊല്ലിയത്, നിസ്കരിച്ചതല്ലേ, അതെനിക്ക് അവകാശപ്പെടാനുള്ളത്. അങ്ങനെ ഒരു അർത്ഥം ആയത്തിനുണ്ടോ? അങ്ങനെ അർത്ഥം ആയത്തിനുണ്ട് എന്ന് ഇസ്മായിൽ ഹജ്ജിൽ ബറൂസബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. മറ്റു ധാരാളം ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞു. ഉമ്മ വാത് കേട്ടിട്ട് ഉമ്മ പറഞ്ഞു, മോനെ ആയത്തിന്റെ അർത്ഥം ഇങ്ങനല്ലേ? അപ്പൊ മകൻ പറയാം, അങ്ങനെയൊന്നല്ല ആയത്തിന്റെ അർത്ഥം. പിന്നെ ആയത്തിലൂടെ ഫാത്തിഹ ഓതണ്ടാന്ന്, ആയത്തിലൂടെ ഖുർആൻ ഓതണ്ടാന്ന്, സിയാറത്ത് ചെയ്യണ്ടാന്ന് എവിടെ? അപ്പൊ ഉമ്മ ചോദിച്ചു, സിയാറത്തിന് ഫലമില്ലെങ്കിൽ മോനെ എല്ലാ ദിവസവും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹുവിന്റെ വീട്ടിൽ വരുമ്പോൾ യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീഅ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ടല്ലോ, നാളെ ഒരു ഉസ്താദ് വേദന കേട്ട് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഉമ്മമാരൊക്കെ പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ മക്കളെ നന്നാക്കാൻ കഴിയൂല. എന്താ പഠിച്ചു വെക്കണ്ടേ? എല്ലാ ഇൽമും പഠിച്ചു വെക്കണം, തൗഹീദും വിശ്വാസവും തെളിവൊക്കെ പഠിച്ചു വെക്കണം. നമ്മള് ഉമ്മമാരെ സാധാരണ വീട്ടിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനുള്ളത് മാത്രം പഠിച്ചാൽ പോരെ, എല്ലാം പഠിക്കണം. കുട്ടികൾ വിശ്വാസം പേച്ച് വരുമ്പോ അവരെ നല്ലോണം നിർദ്ദേശിച്ചിട്ട് ഒരൊറ്റ രാത്രി തന്നെ അവരെ മനസ്സ് നന്നാക്കണം. അങ്ങനെ 2 കൊല്ലം കിട്ടിയാൽ ചേറ് നീക്കണമെങ്കിൽ ചെറുത് പോരാ. വിദേഹത്തിന്റെ കറ നീക്കണമെങ്കിൽ കട്ടിയിൽ തന്നെ ഉപദേശം കൊടുക്കണം, കട്ടിയിലുള്ള തെളിവും പറഞ്ഞു കൊടുക്കണം. ഉമ്മാമ പറഞ്ഞു, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. ഉമ്മാമ മുസ്ലിം ഒന്നും കണ്ടിട്ടില്ല, മുസ്ലിം ഓതി പഠിച്ച ഉസ്താദ് വേദ പറഞ്ഞ ഹദീസേ ഉമ്മാമ കേട്ടിട്ടുള്ളൂ. ഉമ്മാമ പറഞ്ഞു, മോനെ ഞാൻ ഫാത്തിഹ ഓതിന് എനിക്ക് വിരോധമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ മരിച്ചുപോയ വലിയ ഫാത്തിഹ ഓതിയിട്ടല്ലേ നീ കിറുകിറക്കുന്നത്? മരിച്ചുപോയ ആൾക്കാർക്കൊന്നും കിട്ടൂല എന്നല്ലേ, ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്. എന്നാ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ബീവിന്റെ വീട്ടിൽ വരുന്ന എല്ലാ ദിവസവും ആദ്യഘട്ടത്തിൽ 9 ദിവസത്തിൽ ഒരു ദിവസം ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വരാറുണ്ട്. കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ 9 ദിവസത്തിൽ 2 ദിവസമായി മാറി. അതെങ്ങനെ ഉസ്താദേ 2 ദിവസം? 9 ഭാര്യമാർക്ക് ഓരോരുത്തർക്കും ഓരോ ദിവസമല്ലേ? അല്ല, ലോകത്തൊരു പെണ്ണും കൊടുക്കാത്തൊരു സംഭാവന സൗദ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട്ടിൽ സൗദ ബീവിന്റെ വീട്ടിലേക്ക് വന്നപ്പോ സൗദ റളിയല്ലാഹു അൻഹ നബി തങ്ങളെ 2ാമത്തെ പത്നിയാണ്. സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ അടുത്തേക്ക് വരാനുള്ള ദിവസം തങ്ങൾ പകല് വന്നാൽ മതി, എന്റെ രാത്രി ഞാൻ ആയിഷ ബീവിക്ക് ദാനം ചെയ്തു. ലോകത്ത് 2ാമത്തെ ഒരു പെണ്ണ് പറയോ, ഇന്റെ അടുത്തേക്ക് ഒരാളന്ന് എന്റെ അടുത്തേക്ക് തന്നെ വരണോ? അപ്പൊ നിനക്ക് വയസ്സ് അതൊന്നും നിങ്ങൾ നോക്കണ്ട, എന്റെ അടുത്തേക്ക് ഒരാൾ എന്റെ അടുത്തേക്ക് വരണം, വയസ്സായ നോക്കണ്ട, മറ്റൊന്നും നോക്കണ്ട. അല്ല, നിനക്ക് ഇന്ന് നിന്നോട് ബന്ധപ്പെടാം, അതൊന്നും നോക്കണ്ട, ഇന്റെ ദിവസം നിന്ന് വരണം, അങ്ങനല്ലേ എന്ന് പറയാം. അതാർക്കും വിട്ടരൂല എന്നല്ലേ പറയാ. അതാ ലോകത്തൊരു പെണ്ണും കൊടുക്കാത്ത സംഭാവന എന്ന് പറഞ്ഞത്. സൗദ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എത്രമാത്രം വലിയ ഒരു മനസ്സാ നോക്കണം നിങ്ങൾ, അവർക്ക് എത്ര ക്ലിയറുള്ള മനസ്സാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എത്ര ചെറുപ്പക്കാരിയായ പെണ്ണാണ്. സൗദ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിലുള്ള മുറാദ് എന്താണെന്നറിയോ? ആ വീട്ടിൽ വെച്ചാണ് വഹയി ഇറങ്ങിയത്. ബാക്കി 8 ഭാര്യമാരെ വീട്ടിൽ വെച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങിയിട്ടില്ല. അപ്പൊ കൂടുതൽ വഹി ഇറങ്ങാനും വിഷയങ്ങൾ വരാനൊക്കെ ഞാനൊരു സഹായിക്കോട്ടെ, അതിന് തങ്ങൾ എന്റെ അടുത്തേക്ക് വരുന്ന ദിവസം പകൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു പോയാൽ മതി, രാത്രി ഞാൻ ആയിഷ ബീവിക്ക് വേണ്ടി ദാനം ചെയ്തു. അങ്ങനെ പിന്നീട് 2 ദിവസമായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വരുന്ന രാത്രി മഹദി പറയുന്നു, യഖ്റുജു മിൻ ആഖിറിൽ ലൈലി ഇലൽ ബഖീ. രാത്രിയുടെ അവസാന സമയം ഒരു 3 മണി 4 മണി സമയത്ത് ജന്നത്തുൽ ബഖീയിലേക്ക് പുറപ്പെടുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പോയിട്ട് ദുആർക്കുന്നു, സലാം പറയുന്നു. ജന്നത്തുൽ ബഖീയിലുള്ള ആളുകളോട് നബി തങ്ങൾ സംസാരിക്കുന്നു, അതാകും മാ തുഅദൂൻ ഗദം മുഅജ്ജലൂൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട് നിങ്ങൾക്ക് വന്നല്ലോ, മരണം അല്ലാഹുവിന്റെ വാഗ്ദാനമല്ലേ, ശേഷമുള്ള പരീക്ഷണവും ഈ ജീവിതവും അല്ലാഹു വാഗ്ദാനം ചെയ്തതല്ലേ, അത് നിങ്ങൾക്ക് സംഭവിച്ചല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങളോടൊപ്പം അവധിയെത്തുമ്പോ ഞാനും വന്നു ചേരും. എന്നിട്ട് പറയുന്നു, അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, അല്ലാഹുവിനോട് ഞങ്ങൾക്കും നിങ്ങൾക്കും സുഖം ചോദിക്കുന്നു. ഖബറാളികൾക്ക് മാത്രം ദ്വാരക്കാനല്ല ഖബറിങ്ങൾ പോകുന്നത്, മഖ്ബറയിലേക്ക് പോകുന്ന
പോകുന്നത്. ജീവിച്ചിരിക്കുന്നവർക്കും കൂടി ദ്വാർക്കണം. അതിനാ തങ്ങൾ പഠിപ്പിച്ചത് അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. നിങ്ങൾക്കും ഞങ്ങൾക്കും അല്ലാഹുവിനോട് ഞാൻ ആഫിയത്ത് ചോദിക്കുന്നു. നിങ്ങൾക്കും ഈ ഖബർ ജീവിതത്തിൽ സുഖം വേണം, ഭൗതിക ലോകത്ത് ഞങ്ങൾക്കും സുഖം വേണം എന്ന് ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു. എപ്പോഴാ ദ്വാർക്കുന്നത്? ആഖിറുൽ ലൈലിലാണ്, രാത്രിയുടെ അവസാന ഭാഗത്താണ്. ഒരു ദിവസമാണോ? എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ ദിവസവും രാത്രിയുടെ അവസാനത്തിൽ അങ്ങനെ പോകാറുണ്ട്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമ്മാമ ഇതാണ് മോനോട് പറഞ്ഞപ്പോ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്, നിനക്കെന്താ സംശയം? അങ്ങനെ ഉണ്ട്, ഹദീസ് അങ്ങനെ ഉണ്ട്, സ്വഹീഹാണ്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഒന്നും കിട്ടൂലെങ്കിൽ പിന്നെ അവിടെ പോയിട്ട് പിന്നെ അവിടെ പോയിട്ട് തങ്ങൾ ദ്വാരുന്ന അവർക്ക് വേണ്ടി ദ്വാർക്കോ? സലാം പറയോ? അള്ളാഹിനോട് ദ്വാർക്കോ? അവർക്ക് കിട്ടും എന്ന് പഠിപ്പിക്കാനല്ലേ അവിടുന്ന് ദ്വാരുന്ന് പഠിപ്പിച്ചത്, സലാം പറഞ്ഞത്. അവർക്കും നമുക്കും വേണ്ടി അള്ളാഹിനോട് ദ്വാരുന്നത്. രണ്ടു കൂട്ടർക്കും സുഖം കിട്ടും അവിടെ വെച്ച് ദ്വാരുന്നാല്. അള്ളാഹിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്, മലക്കൾ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പഠിപ്പിക്കാനല്ലേ? വെറുതെ ആണോ? അതുകൊണ്ട് മരിച്ചതിന് ശേഷം ഒന്നും കിട്ടൂല എന്ന് മോനെ നിന്നെ പഠിപ്പിച്ച തെറ്റാണ്, നീ ഇതിൽ നിന്ന് മാറണം. കട്ടിയുള്ള തെളിവ് ഉമ്മാമ പറഞ്ഞെടുത്തപ്പോ അങ്ങനെ ഉണ്ടല്ലേ? ആ എന്നാ നിങ്ങൾ ഫാത്തിഹ ഓതിക്കോളി, കുഴപ്പമില്ലാണ്ടോ, കുറച്ചും കൂടെ കുറവ് കിട്ടി. അല്ല, സിയാറത്തിന് ഇതുവരെ സിയാറത്ത് ചെയ്തിട്ട് ഗൾഫിലേക്ക് പോകുമ്പോഴും സിയാറത്ത് 2 കൊല്ലം കഴിയുമ്പോഴേക്കിന് എന്തൊരു ഇസ്ലാമാ പഠിച്ച്, അല്ലാ ഭയങ്കര ഇസ്ലാമാ പഠിച്ച്. എന്താ പഠിച്ചത്? സൂറത്തെ എന്ന് വെച്ചാൽ ഒന്നും കിട്ടൂല. ഏതാ സൂറത്ത്? അതൊന്നും അറിയില്ല. ഖുർആൻ അങ്ങനെ ആയത്തുണ്ടെന്നേ അറിയുള്ളൂ. ഖുർആൻ അങ്ങനെ ആയത്തുണ്ടെന്നേ അറിയുള്ളൂ, വേറൊന്നും അറിയില്ല. എന്തെല്ലാം ആയത്തുകൾ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. മരിച്ചതിന് ശേഷം ഒന്നും കിട്ടൂലെങ്കിൽ നിങ്ങൾ സ്വതക്ക ചെയ്തിട്ട് കാര്യമില്ല എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹുവിനോട് പറയണ്ടേ? അല്ലേ? എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹ ഹദീസാണ്. എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി നബിയെ, ഞാൻ പുറത്തായിരുന്നു, ഉമ്മാന്റെ അടുത്തുണ്ടായിരുന്നില്ല. സംസാരിക്കാൻ സമയം കിട്ടിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേർച്ച ചെയ്യാനും സ്വതക്ക ചെയ്യാനൊക്കെ ഉമ്മ പറയായിരുന്നു. അത്രയും സുഹൃതങ്ങൾക്കുമായി ബന്ധപ്പെട്ട ജീവിതമാണ് എന്റെ ഉമ്മാന്റെ ജീവിതം. ഞാൻ ആ ഉമ്മാക്ക് വല്ലതും സ്വതക്ക കൊടുത്താൽ ഉമ്മാക്ക് കൂലി കിട്ടുമോ? എനിക്ക് കിട്ടുമെന്നല്ല, തങ്ങളെ മറുപടി നഅം, ഉമ്മാക്കത് ഫലിക്കും. ചോദിച്ചു, എന്ത് സ്വതക്ക നബിയെ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്ന സ്വതക്ക ഏതാണ്? തങ്ങൾ പറഞ്ഞു മാഉ, വെള്ളമാണ്. ഫഹഫറ ബിറൻ, ഒരു കിണർ കുഴിച്ചു. ഒരു കിണർ കുഴിക്കാത്ര ചെലവ് വേണം. എത്ര ആളുകൾ അതിൽ വെള്ളം കുടിക്കും? എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ഹാദിഹി ലി ഉമ്മി സഅദിൻ, ഇതെന്റെ ഉമ്മാക്കുള്ള കിണറാണ്. ഇതിൽ നിന്ന് കുടിക്കുന്നത്, ഉളു എടുക്കുന്നത്, കുളിക്കുന്നത്, വെള്ളം കൊണ്ടുപോകുന്ന ഒക്കെ എന്റെ ഉമ്മാന്റെ ഹദറത്തിലേക്ക് ഫലിക്കും, വലിയ ഉപകാരം കിട്ടും. അങ്ങനല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്? മരിച്ചതിന് ശേഷം മരണത്തോടുകൂടെ ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് സത്യത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസം തന്നെ അല്ലത്. ഇസ്ലാമിന്റെ വിശ്വാസം മരിക്കലോടുകൂടെ ഒക്കെ കഴിഞ്ഞു എന്നുള്ള അങ്ങനെ വിശ്വാസം ഇസ്ലാമിനുണ്ടോ? ഇല്ലല്ല. മരിക്കലോടെ യഥാർത്ഥ ജീവിതം തുടങ്ങിയതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതല്ലേ ആഖിറത്തിലേക്കുള്ള അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, പരലോകത്തേക്ക് പോകാനുള്ള ഭവനങ്ങളിൽ ആദ്യത്തെ ഭവനമാണ് ഖബർ. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു, ഖബറിൽ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളത് എളുപ്പമാണ്. ഖബറിൽ രക്ഷപ്പെട്ടില്ലെങ്കിലോ ഫമാ ബഅദഹു അഫ്ളഉ, ശേഷമുള്ളത് വല്ലാത്ത നീരസമാണ്, സഹിക്കാൻ കഴിയാത്ത ലോകമാണ്. ഖബറിന്റെ സുആലിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി, ഉത്തരമൊക്കെ കിട്ടി സന്തോഷായി പോയി. സുഹൃതങ്ങളെ കൊണ്ട് അവിടെ സന്തോഷം നിറക്കാൻ മലക്കുകൾ വന്ന് സന്തോഷം പറഞ്ഞു പോയി. നല്ല നിലക്ക് മലക്കുകൾ മറുപടി പറഞ്ഞ് സന്തോഷിപ്പിച്ചു. എന്നാ പിന്നെ എണീറ്റ് വരുമ്പോഴും സന്തോഷമാണ്, മഹ്ശറിലേക്ക് നടക്കുമ്പോഴും രക്ഷയാണ്, അർശിന്റെ തണലവിടെ ലഭിക്കാൻ ചാൻസ് ആണ്. അതേ സമയത്ത് ഖബറിൽ നിന്ന് തന്നെ രക്ഷ കിട്ടിയില്ല, ശിക്ഷയാണ് വന്നുപോയത്, ഫിത്നയാണ് വന്നുപോയത്. ശേഷമുള്ളത് അതിനേക്കാൾ കഠിനമാണ്. അപ്പൊ മരണത്തോടുകൂടെ ഒക്കെ കഴിഞ്ഞു എന്ന് യുക്തിവാദികൾ വിശ്വസിക്കും പോലെ, അതേ ദുർവിശ്വാസികൾ വിശ്വസിക്കും പോലെ മുഅ്മിനീങ്ങൾ വിശ്വസിച്ചുകൂടാ.
2 കൊല്ലം പ്രവാസ ജീവിതം നയിച്ച നല്ല സുന്നിയായ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ സിയാറത്ത് വേണ്ടാന്നും ഫാത്തിഹ ഓതണ്ടാന്നും അതിലൊന്നും കാര്യമില്ലാന്നും പറഞ്ഞത് വിദേഹത്തുകാരോടുള്ള സഹവാസം കൊണ്ട് കിട്ടിയ രോഗമാണ്. നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. സംശയങ്ങൾ ജനിപ്പിച്ച് നമ്മളെ മനസ്സിന്റെ യഖീനും ഈമാനും പോക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അതിനുവേണ്ടി എന്ത് കഠിനാധ്വാനങ്ങളും അവർ ചെയ്യും. ഏറ്റവും കൂടുതൽ അവർ സമൂഹത്തിൽ വില കുറച്ച് കാണിക്കുന്നത് ആരെയാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്വഹാബത്തിനെയുമാണ്. അല്ലാഹ് ഏറ്റവും വലിയ ബഹുമാനം നൽകിയ നേതാവ്, അല്ലാഹ് ഏറ്റവും വലിയ ബഹുമാനം നൽകിയ അനുയായികൾ. ഇവരെ പോലെ അല്ലാഹ് ബഹുമാനം നൽകിയ അനുയായികൾ ലോകത്ത് വേറെ ഇല്ല. ഈ നേതാവിനെ പോലെ അല്ലാഹ് ബഹുമാനിച്ച ഒരു സൃഷ്ടി അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വേറെ ഇല്ല. ഒരൊറ്റ ആയത്ത് പറയട്ടെ പഠിക്കാൻ വേണ്ടി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വർഷം ജീവിച്ചു സഹോദരങ്ങളെ? 1000 വർഷക്കാലം ജീവിച്ചില്ലേ? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം 200 വർഷക്കാലം ജീവിച്ചില്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാം 400 വർഷക്കാലം ജീവിച്ചില്ലേ? നൂഹ് നബി അലൈഹിസ്സലാം 1275 കൊല്ലം ജീവിച്ചില്ലേ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം 33 വർഷം ജീവിച്ചില്ലേ? ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ജീവിച്ച മഹാന്മാരായ ഒരുപാട് അമ്പിയാക്കൾ ഉണ്ടായിട്ടും ഒരു പുരുഷായുസ് ജീവിതം മൊത്തം വലിയ മഹത്വമുള്ള ജീവിതമാണെന്ന് സത്യം ചെയ്ത് അല്ലാഹ് പഠിപ്പിച്ചത് ആരെ ജീവിതമാണെന്നറിയോ? ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ മാത്രമേ അല്ലാഹ് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ. വേറെ ഒരു മനുഷ്യന്റെ ജീവിതവും അല്ലാഹ് സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. അല്ലാഹല്ലേ ഖുർആനിലൂടെ പഠിപ്പിച്ചത് ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ലഅംറുക തങ്ങളുടെ ജീവിതകാലം മൊത്തമാണ് സത്യം. ലഅംറുക തങ്ങളുടെ ആയുസ്സാണ് സത്യം. 40 ശേഷമുള്ളതല്ല, 63 കൊല്ലവും സത്യം ചെയ്ത് പറയുന്നു. അതെ, സത്യം ചെയ്യാൻ ഇത്രയും മഹത്വമുള്ളൊരു ജീവിതം ലോകത്ത് വേറെ ഏതാ? ഇത്ര ബഹുമാനമുള്ളൊരു ജീവിതം, ഇത്ര സന്തോഷമുള്ളൊരു ജീവിതം, ഇത്രമാത്രം ദൗത്യങ്ങൾ നിറവേറ്റിയൊരു ജീവിതം, ഇത്രമാത്രം പരീക്ഷണങ്ങൾ തരണം ചെയ്ത ജീവിതം, ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ലോകത്ത് വർഷിച്ചൊരു ജീവിതം ലോകത്ത് വേറെ ഏതാണ്? ലഅംറുക തങ്ങളുടെ ആയുസ് കാലം തന്നെയാണ് സത്യം. ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ആ വിശ്വാസമില്ലാത്ത ആളുകളില്ലേ, അവരവരുടെ മസ്തിൽ അഭിരമിക്കുകയാണ്, പരിഭ്രമിച്ച് നടക്കുന്നു. വിശ്വാസക്കുറവ് ഒരു ലഹരിയാണ്. വിശ്വാസക്കുറവ് ഒരു മസ്താണ്. കാരണം എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് ലക്കും ലഗാനുമില്ലാതെ ചെയ്യുന്നൊരു ലോകമാണ് അന്ധവിശ്വാസം. ആ അന്ധവിശ്വാസം എന്ന മസ്തില് അവര് പരിഭ്രമിക്കുന്നു, സംശയിക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു. അതിന് അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ ജീവിതം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മാത്രമാണ്. വേറൊരൊറ്റ നബിയുടെ ജീവിതവും അല്ലാഹ് സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഒരു മഹദിയുടെ ജീവിതവും അല്ലാഹ് സത്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. സ്വഹാബിമാരെ പറ്റി അല്ലാഹ് പറഞ്ഞതോ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അൻസാറുകളും മുഹാജിറുകളും ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ. അവർ ഉറച്ച വിശ്വാസികളാണ്, യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്. അവരെ ഈമാനിൽ ലവലേശം സന്ദേഹം വേണ്ട. അവർ ഈമാനിൽ കമാലിയത്ത് പരിപൂർണത നേടിയ മഹാന്മാരാണ്. അവരെ പോലെ ഈമാനുള്ളവരല്ല പിൽക്കാലത്ത് ജീവിച്ച ഒരാളും.